നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം, അല്ലേ? ഒരു തരം അൾട്ടിമേറ്റ് ഫ്രീഡം. അതിനുവേണ്ടി ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളൊരു ഗൈഡ് നമ്മുടെ മുന്നിലുണ്ട്. ശങ്കരാചാര്യരുടെ വിവേകചൂഡാമണി. അതിന്റെ അർത്ഥം വിവേചനത്തിന്റെ കിരീടത്തിലെ രത്നം എന്നാണ്. അപ്പോ ആഴത്തിലുള്ള ഈ പുസ്തകത്തിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് ഇറങ്ങി നോക്കിയാലോ? ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ നേരിടുന്നത് വളരെ ശക്തമായൊരാശയമാണ്. ബ്രഹ്മം മാത്രം സത്യം, പ്രപഞ്ചം മിഥ്യ, ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് വേറെയല്ല. അയ്യോ, പ്രപഞ്ചം മിഥ്യ എന്ന് കേട്ട് പേടിക്കേണ്ട. നമ്മൾ കാണുന്നതൊന്നും ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നവയാണ്. സ്ഥിരമായ സത്യം ഒന്നേയുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വലിയ ആശയത്തിന്റെ ചുരുളുകളാണ് നമ്മൾ നിവർത്താൻ പോകുന്നത്. ഈ വലിയൊരു ഐഡിയ എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്? അതിന് നമ്മൾ ഇതിനെ ഒരു 5 സ്റ്റെപ്പായിട്ട് തിരിക്കുകയാണ്. ആദ്യം ഈ യാത്ര എന്തുകൊണ്ട് ഇത്ര അമൂല്യമാണെന്ന് നോക്കാം. പിന്നെ നമ്മൾ സാധാരണയായി തിരഞ്ഞെടുക്കുന്ന തെറ്റായ വഴികൾ ഏതൊക്കെയാണെന്ന് കാണാം. അതിനുശേഷം ശരിയായ പാതയിലേക്കുള്ള 4 ടൂൾസിനെ പരിചയപ്പെടാം. അവസാനം ഈ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ശക്തി എന്താണെന്നും കണ്ടെത്തും. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം, എന്തുകൊണ്ടാണ് ഈ അറിവ് തേടാനുള്ള അവസരം ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? നമുക്ക് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. മനുഷ്യനായി ജനിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ലോട്ടറിയാണ്. ഈ ഗ്രന്ഥം അതിനെ ഒരു കോണിപ്പടി പോലെയാ കാണുന്നത്. ഓരോ പടിയും മുൻപത്തേക്കാൾ കിട്ടാൻ പാടുള്ളതാണ്. ഇവിടെ പുരുഷ ശരീരം എന്ന് പറയുമ്പോൾ ആണോ പെണ്ണോ എന്നല്ലാട്ടോ, ആ ഒരു മെന്റൽ സ്ട്രെങ്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബ്രാഹ്മണ്യം ജാതിയല്ല, സത്യമറിയാനുള്ള ആ ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന ആഗ്രഹമില്ലേ, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം മോക്ഷത്തിനായുള്ള ഈ അവസരം എത്രമാത്രം വിലപ്പെട്ടതാണെന്നോർത്തു നോക്കൂ. അപ്പോ ഇതിൽ നിന്നുള്ള ടേക്കവേ എന്താണ്? സിമ്പിളാണ്. ഇത്രയും റെയറായി കിട്ടിയ ഈ ലൈഫ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയി കളയരുത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയും ഓൺലൈൻ ബഹളവുമൊക്കെ ഈ പറയുന്ന അസത്യമായ കാര്യങ്ങളിൽ പെടും. ഈ ചാൻസ് കളയുന്നത് ഒരു തരം സ്പിരിച്വൽ സൂയിസൈഡാണെന്നാണ് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തേക്ക് പോകാം. മോക്ഷം കിട്ടാൻ ഒരുപാട് പൂജ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ കോടീശ്വരനായാൽ മതിയോ? നമുക്ക് കോമണായിട്ടുള്ള ചില തെറ്റിദ്ധാരണകളെ ഒന്ന് പൊളിച്ചെടുക്കാം. ഇത് കേട്ടു നോക്കൂ. സ്വയം ആരാണെന്ന് തിരിച്ചറിയാതെ ആർക്കും മോക്ഷം കിട്ടില്ല. 100 ബ്രഹ്മാക്കളുടെ ആയുസ് കിട്ടിയാൽ പോലും ശരിയാവില്ല. എന്ത് പവർഫുൾ വാക്കുകളാണിത്, അല്ലേ? ഇതിന്റെ അർത്ഥം സിമ്പിളാണ്. നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങൾ, അമ്പലത്തിൽ പോക്ക്, പൂജ, അതൊന്നും മാത്രം പോരാ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ ആരാണ് എന്ന ആ ഒരു റിയലൈസേഷനാണ്. സിമ്പിളായി പറഞ്ഞാൽ എത്ര കോടികളുണ്ടാക്കിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് മാത്രം യഥാർത്ഥ സമാധാനം കിട്ടില്ല. ശരിക്കുമുള്ള സന്തോഷം പൈസ കൊടുത്തു വാങ്ങാൻ പറ്റില്ല എന്ന ആ വലിയ സത്യം വേദങ്ങളെ കൂട്ടുപിടിച്ച് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പൊ ശരി, പൂജയോ പണമോ അല്ല വഴി. പിന്നെന്താ വഴി? അതിനാണ് നമുക്ക് 4 കിടുക്കൻ മെന്റൽ ടൂൾസ് വേണ്ടത്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? നമ്മുടെ ഒക്കെ ഉള്ളില് പേടിയും സങ്കടവും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അല്ലേ? അതിനെ എങ്ങനെയാണ് ശരിക്കും മറികടക്കാൻ പറ്റുക? ഇതിന് അടിപൊളി സിമ്പിൾ ഒരു ആൻസർ ഈ പുസ്തകത്തിലുണ്ട്. ഇരുട്ടത്ത് വഴിയിൽ കിടക്കുന്ന ഒരു കയർ കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് പേടിച്ചിട്ടുണ്ടോ? എനിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിലെ മിക്ക പ്രശ്നങ്ങളും ഇതുപോലെയാണ്. സംഭവം എന്താണെന്ന് ശരിക്കറിയാത്തതുകൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്. കണ്ടോ, ആ ഇരുട്ടിലെ പാമ്പാണ് നമ്മുടെ ഭയം, നമ്മുടെ ടെൻഷനൊക്കെ. പക്ഷേ ആ അറിവിന്റെ വെളിച്ചം വരുമ്പോ, അയ്യേ, ഇത് വെറുമൊരു കയറായിരുന്നോ എന്ന് നമ്മൾ തിരിച്ചറിയും. ആ നിമിഷം നമ്മുടെ പേടിയൊക്കെ പോയി സമാധാനം വരും. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഇതുപോലെയാണ്, ഒരു തെറ്റിദ്ധാരണ മാത്രം. അപ്പോ എന്താണ് ഈ വെളിച്ചം? അതാണ് വിവേകം. ശരിയേതാ, തെറ്റേതാ, റിയൽ ഏതാ, ഫേക്ക് ഏതാ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ഈ വിവേകം എന്ന ടോർച്ച് കയ്യിലുണ്ടെങ്കിൽ ജീവിതത്തിലെ പാമ്പുകളൊക്കെ ശരിക്കും കയറാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ യാത്രയ്ക്കുള്ള ടൂൾ കിറ്റ് ഇതാണ്. 4 പ്രധാന സാധനങ്ങൾ. 1 വിവേകം, ഇപ്പൊ നമ്മൾ പറഞ്ഞ സംഭവം. 2 വൈരാഗ്യം, അതായത് വേണ്ടാത്ത കാര്യങ്ങളോട് ഒരു നോ പറയാനുള്ള കഴിവ്. 3 ശമം ദമം പോലുള്ള 6 ഗുണങ്ങൾ. 4 മുമുക്ഷുത്വം, അതായത് ഫ്രീഡത്തിനായുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം. എന്താണ് ശമം? സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഫോണൊക്കെ ഓഫ് ചെയ്തു വെച്ച് പുസ്തകത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യില്ലേ, അതുതന്നെ. മനസ്സിനെ വേണ്ടാത്ത ചിന്തകളിൽ നിന്നൊക്കെ മാറ്റി നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം ഉറപ്പിച്ചു നിർത്തുന്നതിനെയാണ് ശമം എന്നു പറയുന്നത്. അടുത്തത് ദമം. നല്ല ബിരിയാണി കാണുമ്പോൾ ഒരുപാട് കഴിക്കാൻ തോന്നും. പക്ഷേ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് ഓർത്ത് നമ്മൾ കൺട്രോൾ ചെയ്യും. അതാണ് ദമം.
നമ്മുടെ കണ്ണ്, നാവ്, മൂക്ക്, ചെവി ഈ സെൻസസിനെയൊക്കെ ബുദ്ധി കൊണ്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇനി വരുന്നത് തിദിക്ഷ. ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ, കംപ്ലൈന്റ് പറയാതെ, അതിനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യാനുള്ള ഒരു മെന്റൽ പവറാണിത്. ഇതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്ഷമയും റെസിലിയൻസുമാണ്. ഇതുവരെ നമ്മൾ യാത്ര ചെയ്യാനുള്ള വണ്ടിയെക്കുറിച്ചും അതിലെ ടൂൾസിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. പക്ഷേ ഒരു കാർ ഓടണമെങ്കിൽ ഫ്യൂവൽ വേണ്ടേ? അതുപോലെ ഈ യാത്ര മുന്നോട്ടു പോകാൻ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആവശ്യമാണ്. അതെന്താണെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരൊറ്റ കാര്യമുണ്ട്. അതാണ് ഈ യാത്രയുടെ മാസ്റ്റർ കീ. എന്തായിരിക്കും അത്? അതാണ് ഭക്തി. പക്ഷേ ഒരു മിനിറ്റ്, ഇവിടെ ഭക്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കരുതുന്ന അമ്പലത്തിൽ പോക്കോ പ്രാർത്ഥനയോ മാത്രമല്ല. അതിനപ്പുറം ഞാൻ ആരാണ് എന്ന് ആത്മാർത്ഥമായി ഒരുതരം ഭ്രാന്തമായ ആഗ്രഹത്തോടെ അന്വേഷിക്കുന്നതിനെയാണ്. സ്വന്തം സത്യത്തെ കണ്ടെത്താനുള്ള ഒരു ഡീപ്പ് ലവ്, അതാണ് യഥാർത്ഥ ഭക്തി. ഈ ഭക്തിക്ക് തീ കൊടുക്കുന്ന ആഗ്രഹമാണ് മുമുക്ഷുത്വം. ഒരു തടവുകാരൻ ജയിലിൽ നിന്ന് പുറത്തുകടക്കാൻ എത്രത്തോളം ആഗ്രഹിക്കുമോ അത്രയും തീവ്രമായ ആഗ്രഹമാണിത്. നമ്മുടെ ഈഗോ, നമ്മുടെ ലിമിറ്റേഷൻസ്, ഇതിൽ നിന്നൊക്കെ ഫ്രീ ആകാനുള്ള അടങ്ങാത്ത ദാഹം. ഇനി ഈ ഒരു തീവ്രമായ ആഗ്രഹം ഇല്ലെങ്കിലോ? പിന്നെന്ത് സംഭവിക്കും? നമ്മുടെ മറ്റെല്ലാ പ്രാക്ടീസും, വിവേകം, സെൽഫ് കൺട്രോളൊക്കെ മരുഭൂമിയിലെ മരീച്ചിക പോലെയാവും. വെള്ളമുണ്ടെന്ന് തോന്നും, പക്ഷെ അടുത്തേക്ക് പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ലക്ഷ്യം ഒരിക്കലും കിട്ടില്ല. അപ്പോ നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഈ മനുഷ്യജന്മം ഇത്രയും വിലപ്പെട്ടതാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്ന, പക്ഷെ ശരിക്കും ഒരു വിലയുമില്ലാത്ത ആ അസത്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നന്ദി.